ഹലോ മച്ചന്മാരെ, തന്നേക്കാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഫുട്ബോളിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വീൽ സ്പിൻ ചെയ്യും ഓരോ പ്ലെയറിനെ വെച്ച്. ആ പ്ലെയറിന് ഏതാ പൊസിഷൻ വീൽ സ്പിൻ ചെയ്ത് കിട്ടുന്നത്, ആ പൊസിഷൻ വെച്ച് നമ്മൾ ആ പ്ലെയറിനെ കൊണ്ടൊരു മാച്ച് കളിപ്പിക്കും. അതാണ് വീഡിയോ. ഓക്കെ, നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ സ്പിന്നാണ് പ്ലെയറിൻ്റെ ഇത്. നമുക്ക് കിട്ടുന്നത് ബാറ്റിസ്റ്റൂട്ടാ. യെസ്, ബാറ്റിസ്റ്റൂട്ട് ആദ്യം കിട്ടിയേ. ഈ ബാറ്റിസ്റ്റൂട്ടയുടെ പൊസിഷൻ നമുക്ക് കറക്കാം. യെസ് ഗൈസ്, CF2 ആണ്. അതായത് CF2 എന്ന് പറയുന്നത് ഞാൻ ഫ്രണ്ട് വെച്ചേക്കാൻ എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. അത് SS അല്ലേ? ഇത് മാറ്റാൻ പറ്റത്തില്ലേ? ഇത് പറ്റത്തില്ലല്ലോ. ഓക്കെ, ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്. മറ്റേത് ഇനി SS ഈ വീലിലാക്കണം. ഓക്കെ, SS സെക്കൻഡ് സ്ട്രൈക്കറാണ്, മറ്റേ സോഷ്യൽ ചാൻസ് അല്ല. ഓക്കെ, നമുക്ക് അടുത്ത് കിടക്കാം പ്ലെയറിൻ്റെ. അത് ഞാൻ SS ആകട്ടെ. SS സെക്കൻഡ് സ്ട്രൈക്കർ. അല്ല, ASS. ഓക്കെ ഗൈസ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണം. ഓക്കെ, നമുക്ക് ഇറക്കാം. നമുക്ക് കിട്ടിയത് മെക്കാലിസ്റ്റർ. ഓക്കെ, മെക്കാലിസ്റ്ററിന് നമുക്ക് AMFും CMFും ലെഫ്റ്റ് വിങ്ങും ഇത്രയും ഇതിൽ കിട്ടിയാൽ മതിയായിരുന്നു. എടാ, LWFും കൊള്ളാം. മെക്കാലിസ്റ്റർ LWF ഇന്ത്യ, മെക്കാലിസ്റ്റർ ഇന്ത്യ ആതാണ്ട് LWF. കളക്റ്റീവ് സ്ട്രെങ്ത് എത്ര ആവുമെന്തോ. ഓക്കെ, ഇത് പോട്ട്. ഓക്കെ, സ്പിൻ ചെയ്യാം. ഇതിൽ നമുക്ക് കിട്ടിയത് ക്വാർട്ടർ ബാക്ക് അല്ല, റൈറ്റ് കാർഡാണ് കിട്ടിയത്. റച്ച് കാർഡ്. ഇങ്ങനെ പൊസിഷൻ CMF കുഴപ്പമില്ല. അദ്ദേഹം ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡാണ്, എന്നാലും CMFും കളിക്കും. റൈറ്റ് കാർഡിനടുത്ത് ഇതൊക്കെ റൈറ്റ് കാർഡ് എന്ത് ചെയ്തല്ലോ. ഗൈസ്, എനിക്ക് റൈറ്റ് കാർഡ് എന്ത് ചെയ്യണം? ഇതല്ല റൈറ്റ് കാർഡ്, CMF. ഓക്കെ, നമ്മൾ CMF ആയിട്ടുണ്ട്. ഇവിടെ വയ്ക്കാം, അതാണ് നല്ലത്. മറ്റേത് പിന്നെ AMF ആക്കാം പിന്നീട്. ഓക്കെ, അടുത്ത നമ്മൾ പ്ലാൻ സ്പിന്നാണ്. ഹസാർഡാണ് കിട്ടിയേക്കുന്ന ഗൈസ്. ഹസാർഡിന് LWFും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് നല്ലത്. നമുക്ക് പൊസിഷൻ എടുത്ത് കിടക്കാം. ഇതായിട്ടൊന്ന് യെസ് ഗൈസ്, നമുക്ക് AMF കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഹസാർഡ് MF കളിക്കും. ബെൽജിയം പ്ലെയറാണ് ഹസാർഡ്. LWF ആണ് മെയിൻ, എന്നാലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും കളിക്കും. ഓക്കെ, അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് നമ്മുടെ ടീം. ഇതങ്ങ് പോയാൽ മതിയായിരുന്നു. അങ്ങനെ തന്നെ പോണേ ഗൈസ്. മെസ്സി എല്ലാം ഗോൾ കീപ്പർ കിട്ടിയോണ്ടല്ലോ ഞാൻ കരയും. പ്ലീസ് ഗോൾ കീപ്പർ കിട്ടരുത്, ഗോൾ കീപ്പർ കിട്ടരുത്. എടാ കഷ്ട
ബ്രോ വൈ ഈസ് ലിറ്ററലി ദ സ്മാളസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദ വേൾഡ്. മെസ്സി ഗോൾ കീപ്പറായ സ്മാളസ്റ്റ് ഗോൾ കീപ്പർ. മെസ്സി ഗോൾ കീപ്പർ കരച്ചിലെടുത്തിരിയായിരുന്നു. ഞാൻ അടുത്തുള്ള തന്നെ കറക്കാം. കോർത്തിയസ്. ഓക്കെ, നമ്മളെ കോർത്തിയസ് ഇനി ആരാവോ എന്തോ. കോർത്തിയസ് സെക്കൻഡ് സ്ട്രൈക്കർ. ഓക്കെ, കോർത്തിയസ് നമ്മൾ സെക്കൻഡ് സ്ട്രൈക്കർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത സ്പിൻ ചെയ്യാം നമുക്ക്. നെയ്മർ ജൂനിയർ, എവരിബഡി ദ ബ്രിഡ്ജ് സ്കോളർ. ഇവരെല്ലാം RWF ഇട്ടണം. സീന പറഞ്ഞു തീർന്നില്ല. ഇതോ RWF കിട്ടി. പക്ഷെ എൻ്റെ ഇപ്പം ഇരിക്കുന്ന നെയ്മറിനകത്ത് RWF ഉണ്ട് ഗൈസ്. RWF ഇപ്പം കളക്ടീവ്സ് 3020 3130 കിടന്ന് കാണും. അടുത്ത കറക്കാം. റൊണാൾഡോ അല്ല, നമ്മളെ ദൗഫണ്ണൻ, സെനിഗാലിൽ നിന്നുള്ള ദൗഫണ്ണൻ. ഈ ദൗഫണ്ണൻ്റെ പൊസിഷൻ ഏതാണ്? സെൻറ്റർ ബാക്കാ. ദൗഫണ്ണൻ സെൻറ്റർ ബാക്ക്. ദൗഫണ്ണന് 10 പേരുണ്ട്. ദ റോബോട്ടോ കാർലോസ് ഓഫ് സെനിഗൽ എന്ന് പറഞ്ഞ പേരുണ്ട്. ഇനി അടുത്ത പ്ലെയർ ആരാണ്? സൂവി, മിസ്റ്റർ റൊണാൾഡോ. ദാറ്റ്സ് വൈ ഈസ് ദ ഗൗട്ട്. ഓക്കെ, നമുക്ക് പൊസിഷനുകളൊക്കെ. ഇതെങ്ങാണ് സെൻറ്റർ ബാക്ക് വന്ന് ഞാൻ കരയും. സത്യമായിട്ട് ഞാൻ കരയും. യെസ്, അവിടെ തന്നെ നില്ല. യെസ് ഭാഗ്യത്തിൽ സെൻറ്റർ ബാക്ക് കിട്ടിയില്ല. റൊണാൾഡോ ആൾറെഡി റൈറ്റ് വിങ്ങർ അല്ലേ? അതുകൊണ്ടല്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ 2 സീഫിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൊസിഷൻ ചെയ്തിട്ട് ഇങ്ങോട്ടാക്കാം. SS എന്ന് വരും. എന്നാലും നിങ്ങൾ പരിഗണിക്കുക. ഇപ്പം നെയ്മർ പോയല്ല ഗൈസ്. ഇതെന്താണ്? കൊണാമി ഗ്ലിച്ച് അടിച്ചാണോ? വെയിറ്റ് ഒരു മിനിറ്റ് ഗൈസ്. ഇതും ആവുന്നില്ല, അതും ആവുന്നില്ല. ഞാൻ റോൾ സാധാരണ. ഓക്കെ, റൊണാൾഡോനെ നിങ്ങൾ റൈറ്റ് വിങ്ങായിട്ട് പരിഗണിക്കുക. കാരണം കണ്ടേ, റൈറ്റ് വിങ്ങർ ഇല്ല. ഇനി നമുക്ക് 2 പ്ലെയറും കൂടെ ഉള്ളു ഗൈസ്. ഇതാരാണ്? സ്ക്വാർട്ടർ ബാക്ക് ആയിരിക്കുമോ? സ്ക്വാർട്ടർ ബാക്ക് തന്നെ. ഈ വീഡിയോ ടാർഗറ്റ് 10 ലൈക്കാണ്. 10 ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗ് ചെയ്യാൻ പോവാണ് ഗൈസ്. സ്ക്വാർട്ടർ ബാക്ക് CB. യെസ് ഗൈസ്, സ്ക്വാർട്ടർ ബാക്ക് CB ആണ്. സ്ക്വാർട്ടർ ബാക്കിന് ഏറ്റവും നല്ലതായിട്ട് പറ്റിയ. പിന്നെ സ്ക്വാർട്ടർ ബാക്ക് CB ആൾറെഡി CB ആണ്. പിന്നെ കൊക്ടോണിനെ CMF ആക്കാം. കാരണം അതിനകത്ത് വേറെ പൊസിഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ടീം. ഇങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് വെച്ചാണ് നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു മാച്ച് കളിക്കാം. വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം ഗൈസ്. അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടാം. ഇനി പുതിയ ഷോർട്സ് വേണോ, ഇങ്ങനെ ഇതുപോലത്തെ വീഡിയോസ് വേണോ, ഗെയിംസിൻ്റെ വീഡിയോസ് വേണോ, ഷോർട്സോ, പിന്നെ റിവ്യൂ വീഡിയോസോ,
വ്ളോഗ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. വ്ളോഗ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് 10 ലൈക്ക് കിട്ടണം. ഇതാണ് ടാർഗറ്റ്. വെറും 10 ലൈക്ക് ഗൈസ്. മറ്റേ ഉള്ള എല്ലാ ആൾക്കാരെയൊക്കെ ചോദിക്കുന്നത് 10K ആണ്. ഞാൻ വെറും 10. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇട്ട് 5 ലൈക്ക്. താങ്ക് യു ഗൈസ് 5 ലൈക്ക് തന്നേന്. നിങ്ങൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മാച്ച് തുടങ്ങി സംസാരിച്ച് കാര്യം പോയി പറഞ്ഞില്ല. ബാറ്റിസ്റ്റൂട്ട 0 ഡിഗ്രി ആംഗിൾ ചെയ്ത് ഗോള്. നല്ല ഗോള് ബാറ്റിസ്റ്റൂട്ട്. എൻ്റെ ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. എൻ്റെ മറ്റേ ജേഴ്സി പോയുണ്ട്, ഇവരുടെ ജേഴ്സി. അലക്സാണ്ടർ പാസ് തരാനോ? പ്രാസ് ദോഫണ്ണൻ റൈക്കാർഡ്. യെസ് റൈക്കാർഡ് സുരക്ഷിച്ചു ഗൈസ് ബോളിന്. പാസ് ത്രൂ. ഓക്കെ എങ്ങനെ ഇരിക്കുന്നു? ഓഫ് സൈഡാ? എങ്ങനെ? റെഫറി വൈ? ഗോൾ കീപ്പർ ഇട്ടറിട്ട് പിടിച്ച് എന്നിട്ട് ഓഫ് സൈഡ് റെഫറിക്ക്. അതുള്ള റെഫറി എല്ലാം കൊള്ളാത്ത റെഫറിയാണ്. ഒരു തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത റെഫറി എന്ന് വേണമെങ്കിൽ പറയാം. കോർത്തിയസ് ഗോൾഡിക്കാൻ നോക്കണം. കോർത്തിയസ് കൊണ്ട് ഗോൾഡിക്കാം. പുതിയ ചാലഞ്ച് ചെയ്യും. കോർത്തിയസ് കോർത്തിയസിനെ ഇറക്കണം. GK vs GK. ഓക്കെ നെയ്മർ, ഹസാർഡ് അണ്ണൻ, ബാറ്റിസ്റ്റൂട്ട അണ്ണൻ പോയി. ബാറ്റിസ്റ്റൂട്ട എൻ്റെ അകത്തുള്ള കാരണം 22 വയസ്സേ ഉള്ളൂ. റിയൽ ലൈഫിലെ ബാറ്റിസ്റ്റൂട്ടയ്ക്ക് എത്ര വയസ്സുണ്ടെന്നറിയോ? 89 വയസ്സുണ്ട്. നിങ്ങൾ പുതിയ കാര്യം പഠിച്ച് ഇപ്പോൾ. അതോടെ എൻ്റെ ബോളും പോയി. യെസ് നീക്കോസ് ക്വാർട്ടർ ബാക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ബൊറൂഷ്യ ഡോർട്ട്മണ്ടിലുള്ള പ്ലെയറാണ്. ബൊറൂഷ്യ ഡോർട്ട്മണ്ട് ഏത് രാജ്യത്തിൻ്റെ ഒന്നും അറിയത്തില്ല. ജസ്റ്റ് മിസ്റാ കോർത്തിയസ്. അനലിസ്റ്റ് ചോദിക്കുന്നു ലേൺ ടു യൂസ് സൈഡ് ടാക്കിൾസ്. സൗകര്യമില്ല. ക്രിസ്ത്യാനോ, നെയ്മർ ജൂനിയർ, റെഡ് കാർഡ്. നെയ്മർ ജൂനിയർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഹസാർഡ്, രാജ് കാർഡ്. രാജാവായ കാർഡ് രാജ് കാർഡ്. ഇയാളുടെ പേര് റിച്ച് കാർഡാ രാജ് കാർഡാ അങ്ങനെ കണ്ട് ആണ് ഇയാളുടെ പേര്. ഒരു നെതർലാൻഡ്സിലുള്ള പ്ലെയറാണ്. ഞാൻ നെതർലാൻഡ്സിനെ കുറിച്ച് ഫാക്ട് പറയാം. നെതർലാൻഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ഫൈനലിൽ വന്നത്, പക്ഷേ ഒന്നിൽ പോലും ജയിക്കാത്തത്. പാവം നെതർലാൻഡ്സ്. അപ്പോൾ പറഞ്ഞു തീരുമ്പോഴത്തേക്ക് ഈ റഫറി ഉണ്ടല്ലോ, ഇങ്ങാൻ്റെ മുട്ടത്തലെടുത്ത് ഞാൻ മുട്ടയാക്കി പൊരിച്ച് തിന്നും. എന്നോട് തുപ്പിക്കളയും. കാരണം ആ മുട്ടക്കകത്ത് 2 മുടി. എടാ ഇവന്മാരുടെ ഡിഫൻസ് ചില സമയത്ത് കൊള്ളാന്ന് കളിക്കും, ചില സമയത്ത് കൊള്ളത്തില്ലെന്ന് കളിക്കും. 2 മിനിറ്റ് റെഫറി ആയിട്ടിട്ടുണ്ട്. ഓസ്ട്രിയ ഹാഫ് ടൈം ആയി ഗൈസ്. അവർക്കാണ് ഓവറോൾ സ്റ്റാറ്റസ് കൂടുതൽ. എല്ലാ പ്ലെയറും ഓക്കെയാണ്, സ്റ്റാമിനയൊക്കെ ഉണ്ട്. സ്റ്റാറ്റസിൽ അവർക്ക് 62%, എനിക്ക് 38%.
യെസ്, എടാ കോർത്തിയസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് തീർന്നില്ല. ലിയണൽ മെസ്സി ഗോൾ, സ്മാർട്ട് ഗോൾ കീപ്പർ ഇൻ ദ വേൾഡ്. കുറച്ച് ഡ്രിബിൾ ചെയ്യാം. ഓ ഡ്രിബിൾ കൊള്ളാല. ഇൻസ്റ്റന്റ് ഡ്രിബിൾ എന്ന് പറഞ്ഞ് തീർന്നപ്പോൾ സ്കോട്ടർ ബാക്ക്. പാസ് ടു മെസ്സി, പാസ് ടു ദൗഫ്, പാസ് ടു മെസ്സി. മെസ്സി dribble bro, why can't you dribble? You're the best player in the second striker or RWF. ഗൈസ്, ഞാൻ ഒരു പ്ലെയറിനെ പറയാം. ആ പ്ലെയറിൻ്റെ പൊസിഷൻ നിങ്ങൾ കമൻറ്റിൽ പറയണം. ഓക്കെ, റഫേൽ ലിയോ, പോർച്ചുഗലിലുള്ള. ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. RWF, LWF, CMF. ഇതിലേതാണ് നിങ്ങൾ കമൻറ്റിൽ പറയണേ. ഞാൻ ഓരോരുത്തർ എനിക്ക് ഇപ്പോൾ വരുന്ന കമൻ്റ് എല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. കമോൺ ബാറ്റിസ്റ്റൂട്ട, യെസ്, ബാറ്റിസ്റ്റൂട്ട ഈസ് ദ ഗോട്ട്. എൻ്റെ ഫേവറേറ്റ് പ്ലെയർ റോബർട്ടോ കാർലോസ് ആണ് ഗൈസ്. ഇൻസെൻ ബുള്ളറ്റ് ഷോട്ട് ആൻഡ് ഇൻസെൻ ടാക്കിൾ. പക്ഷെ റോബർട്ടോ കാർലോസിൻ്റെ പാക്ക് ഞാൻ കളിക്കാൻ തുടങ്ങിയപ്പോൾ വന്നില്ല, അല്ലാത്തപ്പോൾ എപ്പോഴും കാണാം. പാസ് ടു കോർത്തിയസ്, പോയി. ഹയ്യോ, കമോൺ ഗൈസ്. ഇതെൻ്റെ യൂട്യൂബിലെ 3ാമത്തെ ലോങ് വീഡിയോ ആണല്ലോ, പക്ഷേ 2ാമത്തെ ലോങ് വീഡിയോ ആണ് ഗൈസ്. അതിന് നിങ്ങൾ സപ്പോർട്ട് തരണം. ഈ വീഡിയോ ടാർഗറ്റ് 10 ലൈക്കാണ് ഗൈസ്, വെറും 10 ലൈക്ക്. മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് അടിക്കാൻ നോക്കുക. സബ്സ്ക്രൈബ് ബട്ടനെ കാണിച്ച് പഠിച്ചേക്കുക. ഇവൻ ഗോൾ അടിക്കട്ടെ. എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ? അതിനേക്കാളും കഷ്ടം. ഷോർട്ടസ്റ്റ് ഗോൾ കീപ്പർ വേഴ്സസ് ഹയ്യസ്റ്റ് പാസ്. മെസ്സി ഇനി അങ്ങോട്ട് കൊടു. മെക്കാലിസ്റ്റർ, ഹെഡർ. കൊണ്ടുപോയി, ഞാൻ കൊണ്ടെടുത്ത്. പാവം കൊണ്ടുപോകുന്നു നോക്കോ. ഇല്ല, ഞാൻ കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോയി. ഗൈസ്, നിങ്ങൾക്ക് ഈ ഫുട്ബോൾ ഗെയിം പ്ലേ ഇന്നത് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ വ്ളോഗ് ചെയ്യാൻ ആളുടെ പേര് പറഞ്ഞു. പക്ഷെ വ്ളോഗ് ചെയ്യണമെങ്കിൽ 10 ലൈക്ക് വേണം ഗൈസ്. ഞാൻ ഈ സ്റ്റേഡിയത്തിൻ്റെ സൗണ്ട് കുറച്ച് വെച്ചേക്കതോടെ എനിക്കൊന്നും കേൾക്കത്തില്ല. അതിന് ഐ എം സോറി. നിങ്ങൾക്ക് സ്റ്റേഡിയത്തിൻ്റെ സൗണ്ട് വേണമെങ്കിലും കമൻറ്റിൽ പറ. ഓസ്ട്രിയ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. തീ പറന്ന കളിയാണ്. ഇപ്പോൾ തീയൊക്കെ കെടുത്തി നമ്മൾ. 83 മിനിറ്റായി ഗൈസ് ഇതിനകത്തുനിന്ന്. കമോൺ. എൻ്റെ മാനേജർ അവിടുന്ന് ചിയറപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ മാനേജർ ഒന്നും ചെയ്യുന്നില്ല. അതാണ് അവർക്ക് ഡിപ്രഷൻ ആക്കുന്നത്. ബാറ്റിസ്റ്റൂട്ട് ഇവിടെ നിന്ന് ഗോഡിച്ചാൽ ഞാൻ ഗോട്ട്. ഐ ആം നോട്ട് ഗോട്ട്. യെസ്, ഐ എം ഗോട്ട്. യെസ്, ഐ ആം ദ ഗോട്ട്. ഐ ആം ദ ഗോട്ട്. നെയ്മർ ഇസ് ദ ഗോട്ട്. ഓക്കെ, ഇനി അടുത്ത ആരാണോ ഗോൾ അടിക്കുന്നത് അവനാണ് ഗോട്ട്. ഇപ്പം ആരും ഗോൾ അടിക്കത്തില്ലായിരിക്കോ. ലാസ്റ്റ് 1 മിനിറ്റിലാണ് ഞാൻ ഗോൾ അടിച്ചത്. കമോൺ റൊണാൾഡോ. പാസ് ടു കോർത്തിയസ്, പാസ് ടു ബാറ്റിസ്റ്റൂട്ട, പാസ് ടു കോക്ടു, പാസ് ടു ആർക്കാ കണ്ണും കാണുന്നില്ല. കോർത്തിയസ്, ഗോൾ. കോർത്തിയസ് ഇസ് ദ ഗോട്ട്. ഗോൾ കീപ്പറിൽ ഏറ്റവും വലിയ ഗോട്ട് കോർത്തിയസ് അല്ല, ജിജി ബുഫോണാണ് ഗൈസ്. അലക്സൺ ബെക്കണുണ്ട്. ഓക്കെ, നിങ്ങളെ ഏറ്റവും ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. 5 മുട്ടയ്ക്ക് നമ്മൾ ജയിച്ചിരിക്കുന്നു. ഓസ്ട്രിയ തോറ്റു. ഓക്കെ,
ഈ കളി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക്. ഓക്കെ, ഇനി വേറെ എന്താണ് ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇപ്പം നിർത്താൻ പോവാണ്. ഞാൻ കുറേ നേരമായി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നാളെ വീണ്ടും വീഡിയോ ഇടാം. ഇതിന് 10 ലൈക്ക് കിട്ടിയാൽ നാളെ വ്ളോഗ് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്ക്, ബെൽ ബട്ടണൊക്കെ അടിച്ചേക്ക്, മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഗൈസ്.